ഇലക്ഷൻ സമയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ അല്ല കരോട്ട് എടുക്കണ്ട. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നോക്കിയാൽ അവിടെ സോഷ്യലിസം തൊട്ട് ദാരിദ്ര്യം ഇല്ലാതാക്കും, ഗരീബി ഹടാവോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഉയർത്തലും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടാത്തതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് ആ സമയത്ത് 50 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ആ പ്രാധാന്യം. നിങ്ങൾക്ക് ഈ പ്രസ്താവന ഓർമ്മയുണ്ടോ? PS ശ്രീധരൻപിള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ നടത്തിയ പ്രതികരണമാണിത്. പ്രകടന പത്രികയ്ക്ക് കാലിക്കടലാസിന്റെ പോലും വില നൽകാത്ത കൂട്ടമാണ് BJP എന്ന് ഈ പ്രതികരണം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വർഷങ്ങൾക്കിപ്പുറം അതേ BJPയുടെ പുതിയ നേതൃത്വം ചില പ്രഖ്യാപനങ്ങളുമായി കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്. തിരുവനന്തപുരത്തെ ഒളിമ്പിക്സ് വേദിയാക്കുമെന്നാണ് 8 കാലി മമ്മൂഞ്ഞുകളുടെ പുതിയ പ്രഖ്യാപനം. ഇന്ന് കണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പ് വർത്തമാനം BJP ഇറക്കിയ പ്രകടന പത്രികയാണ്. അതിൽ പറയുന്നത് തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് വേദി എന്ന വാഗ്ദാനമാണ്. 2036 ഒളിമ്പിക്സിന്റെ ഒരു വേദി തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നാണ് കോർപ്പറേഷൻ പ്രകടന പത്രികയിലെ വാഗ്ദാനമായി ഇപ്പോൾ പുറത്തു വരുന്നത്. വായ്ത്താളം വിടാനാണെങ്കിലും BJPക്കാർ തിരഞ്ഞെടുത്തത് തിരുവനന്തപുരമാണ്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? കാരണം സിമ്പിളാണ്. കായിക കേരളത്തിന് അഭിമാനകരമായ ഒരുപിടി സംവിധാനങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ആ മാറ്റങ്ങളിൽ വലിയ ശതമാനവും സംഭവിച്ചത്. ഇനി ഒളിമ്പിക്സ് കൊണ്ടുവരാനാണെങ്കിലും ഇത്തവണ BJPക്കൊപ്പം നിൽക്കാമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മറ്റൊരു കാര്യം കാണിച്ചു തരാം. കേരളത്തിൽ BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ അവസ്ഥയാണിത്. ദേശീയ ജൂനിയർ ഫുട്ബോൾ മത്സരവും സന്തോഷ് ട്രോഫിയും ഫെഡറേഷൻ കപ്പും സംസ്ഥാന കായിക മേളയും ഉൾപ്പെടെ നിരവധിയായ കായിക ഉത്സവത്തിന് സാക്ഷിയായിടം ഇന്ന് ശ്മശാന സമാനമാണ്. 1 ഏക്കറോളം വരുന്ന സ്ഥലമാണ് കാട് പിടിച്ചും ചെളിക്കുളമായി മാറിയത്. 40 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഈ സ്റ്റേഡിയം നവീകരണത്തിനായി അനുവദിച്ചത്. എന്നാൽ നഗരസഭ അതിന് അനുമതി നൽകിയില്ല. BJP അധികാരം കൈയാളുന്ന ഒരു നഗരസഭയിലെ അവരുടെ ഭരണ മാതൃകയാണിത്. ഇതേ BJPയാണ് ഭരണം കിട്ടിയാൽ തിരുവനന്തപുരത്തെ സ്വർഗമാക്കുമെന്നൊക്കെ വീമ്പ് പറയുന്നത്. അപ്പൊ വോട്ടർമാർ ഓർക്കുമല്ലോ അല്ലേ?